നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 63ാമത് വാർഷികാഘോഷങ്ങൾ നടന്നു. ജസ്റ്റിസ് തോമസ് പള്ളിക്കാപ്പറമ്പിൽ സ്കൂൾ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികളുടെയും PTA അംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 63ാമത് വാർഷികാഘോഷങ്ങൾ ജസ്റ്റിസ് തോമസ് പള്ളിക്കാപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് വിദ്യാർത്ഥികളായ നിങ്ങളോട് പറയാനുള്ളത്, ജ്ഞാനമാണ് ഉണ്ടാവേണ്ടത്. ജ്ഞാനം മാത്രമേ നിങ്ങളെ രക്ഷിക്കൂ. നിങ്ങൾ ജ്ഞാനികളെ പിന്തുടരണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയത്തെ കാലത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പഴയ നിലയല്ല ഇന്ന്. നിങ്ങൾ ഒന്ന് പഠിക്കും, പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതോപയോഗത്തിന് ഇതായിരിക്കില്ല. അത് IT മുതൽ തുടങ്ങിയതാണ്. കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സും എല്ലാം വന്നു. പക്ഷേ മെക്കാനിക്കൽ എൻജിനീയേഴ്സും അല്ലാത്തവരും അതേ പണി ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? അത് ഇന്നോവേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഇന്നോവേഷനുള്ള ക്വാളിറ്റിയാണ്. അത് നിങ്ങൾ ഉണ്ടാക്കണം. അതുണ്ടാക്കിയില്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകില്ല. ഇനിയത്തെ കാലത്ത് പ്രത്യേകിച്ചൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ വളരാൻ വിസ്തൃതി വളരെ കുറവാണ്. ആരെന്ത് പറഞ്ഞാലും ഞാൻ പറയും, നിങ്ങൾക്ക് വളരണമെങ്കിൽ അതിനുള്ള മേച്ചിൽപ്പുറം തേടി പോയേ പറ്റൂ. ചിലപ്പോൾ അക്കരെ പച്ച എന്ന് കാണുന്ന അക്കരെ പച്ച ആയിരിക്കണമെന്നില്ല, അതേ പച്ചയാവണമെന്നില്ല. അതേതാണെന്നറിയാൻ നിങ്ങൾക്ക് ജ്ഞാനം വേണം. അതാണ് നിങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങേണ്ടത്. ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻസ് ചെയർമാൻ ഡോക്ടർ PC അച്ഛൻകുഞ്ഞ് ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. ഒപ്പം അരുണാചൽ പ്രദേശിലെ ഈറ്റാനഗറിലെ സ്കൂളിൽ പ്രിൻസിപ്പലായി നിയമിതനായ മുൻ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഫ്രാൻസിസ് മഠത്തിൽ പറമ്പലിന് യാത്രാമംഗളങ്ങളും നേർന്നു. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന മറ്റ് അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ കുര്യാക്കോസ് കൊടക്കല്ലിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജിനിൽ പി ചാനിക്കുന്നേൽ, ഡോക്ടർ രഞ്ജു ജോസഫ്, സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം, വാർഡ് കൗൺസിലർ രാജശ്രീ രാജു, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് OV അനീഷ്, വൈസ് പ്രിൻസിപ്പൽ ബാബു ജോസഫ്, PTA പ്രസിഡന്റ് ഡോളി ജോസ്, സ്കൂൾ ലീഡർ അശ്വിൻ ഷിനോ എന്നിവർ പങ്കെടുത്തു. മീറ്റിംഗിന് ശേഷം കുട്ടികളുടെയും PTA അംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.